ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട മതി ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ മന്ത്രി യു പ്രതിഭ യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾക്കാണ് സാർ നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ പ്രതിപക്ഷം BJPക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത്. സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു. സാർ ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണംകെട്ട സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സാർ ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത്? സാർ കുറുക്കന്റെ തല താൽക്കാലികമായി സഭ വീണ്ടും നിർത്തിവെക്കണം. പ്രതിഭ സംസാരിക്കുന്നിടയിൽ വീണ്ടും പ്രതിഷേധമുണ്ടായി. ഡയസിലേക്ക് കയറാൻ പ്രതിപക്ഷ MLA-മാർ ശ്രമിച്ചു. സഭയിൽ വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ MLA-മാരും തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലായിരുന്നു കാര്യങ്ങൾ എന്നത് അസാധാരണമായാണ്, വളരെ അപൂർവമായാണ് സഭയിൽ ഇത്രമേൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് സാഹചര്യം പോകുന്നത്. സാധാരണ നിലയിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ സഭാ നടപടികൾ റദ്ദാക്കുക എന്നതാണ് പതിവ്. ഇപ്പോഴത്തെ 2 തവണ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയിലുമല്ല. ഒരു ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവമാണ്. ഒരു നിയമസഭയിൽ നിന്ന് സാധാരണ നിലയിൽ കാണുന്ന രംഗമല്ല. പ്രതിപക്ഷ MLA-മാരെക്കാൾ വളരെയധികം കൂടുതൽ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളിലുണ്ട്. ഏറ്റുമുട്ടൽ സ്വഭാവത്തിലാണ് സഭ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രശാന്ത് കൃഷ്ണോടുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോഴും സഭ നിർത്തിവച്ചിരിക്കുകയാണോ? യു പ്രതിഭ സംസാരിക്കുന്നതിനിടയിൽ വലിയ പ്രതിഷേധവും ബഹളം ഉണ്ടായതിന് പിന്നാലെ സ്പീക്കർ തൽക്കാലത്തേക്ക് നടപടികൾ നിർത്തിവെക്കുന്നു എന്ന ഭാഗം വരെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചു. എന്താണ് സംഭവിക്കുന്നത്? മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് കയറി സ്പീക്കർ 10:09 സഭ നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ മാത്യു കുഴൽനാടൻ വാച്ച് ആൻഡ് വാർഡ് ഡയസിൽ നിൽക്കെ തന്നെ ഈ ഡയസിന് മുകളിലേക്ക് കയറി. മുഖ്യമന്ത്രി ആ സമയത്ത് സഭയിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം മന്ത്രി പി രാജീവ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ പ്രതിപക്ഷത്തെ വിമർശിച്ച് സംസാരിക്കുന്നു. ഈ അവസരത്തിലാണ് സ്പീക്കർ AN ഷംസീർ ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഡയസിലേക്ക് കയറുന്നത് ശരിയായ നടപടിയല്ല എന്ന വിഷയം ഉയർത്തുന്നത്. സ്പീക്കർ അത് പറഞ്ഞതും വാച്ച് ആൻഡ് വാർഡ് എത്തി സ്പീക്കറുടെ മുന്നിൽ ഉയർത്തിയിരുന്ന ബാനർ പിടിച്ചു വാങ്ങുന്നു. ഈ സമയം സ്പീക്കർ പറഞ്ഞത് അവരെ വിടൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം യു പ്രതിഭ സംസാരിക്കുമ്പോഴും വാച്ച് ആൻഡ് വാർഡ് ഈ ബാനറുകൾ പിടിച്ചു വാങ്ങിയതിലുള്ള പ്രതിഷേധം ഡയസിന് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു. ഈ അവസരത്തിലാണ് ബാനർ പിടിച്ചു വാങ്ങിയപ്പോൾ പ്രകോപിതരായ പ്രതിപക്ഷ അംഗങ്ങൾ വീണ്ടും ഡയസിന് മുകളിലേക്ക് കയറി. അപ്പോഴാണ് ഡയസിന് മുകളിലേക്ക് കയറി ഈ സമയം സ്പീക്കറുടെ മുന്നിൽ ഒരു വാച്ച് ആൻഡ് വാർഡ് എത്തി. സ്പീക്കറുടെ മൈക്കിന് മുന്നിൽ ഒരു വാച്ച് ആൻഡ് വാർഡ് എത്തി സ്പീക്കർക്ക് പൂർണ്ണമായ സംരക്ഷണം ഒരുക്കി. സ്പീക്കറെ കാണാൻ കഴിയാത്ത വിധം തന്നെ വാച്ച് ആൻഡ് വാർഡ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതോടെയാണ് ഈ വീണ്ടും പ്രതിഷേധം അതിരുവിട്ടപ്പോൾ 10:09 സഭ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതായി സ്പീക്കർ AN ഷംസീർ പ്രഖ്യാപിച്ചു. ഇതോടെ ഉടൻ തന്നെ സ്പീക്കർ സീറ്റിൽ നിന്ന് മടങ്ങിയതും മാത്യു കുഴൽനാടൻ ഡയസിന് മുകളിലേക്ക് കയറി സ്പീക്കറുടെ ഇരിപ്പിടമുള്ള ഡയസിലേക്ക് തന്നെ കയറി നിൽക്കുന്നു. ഉടൻ തന്നെ വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ട് അംഗങ്ങളെ നീക്കുന്നു. ഈ തരത്തിലാണ് സഭയ്ക്കകത്ത് ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ. രാവിലെ 9:40 ആദ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം അതിരുവിടുന്ന തരത്തിലേക്ക് പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം മാറിയത്. അൻവർ സാദത്താണ് നേരത്തെ പ്രതിപക്ഷ ബെഞ്ചിൻ്റെ വശത്ത് നിന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കെ ഈ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചത്. അപ്പോൾ തന്നെ വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ട് ഈ അംഗങ്ങളെ അവിടെ നിന്ന് നീക്കി. സ്പീക്കർ ഉടൻ തന്നെ സഭയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. ചോദ്യോത്തരവേള മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായി. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 10 മണിക്ക് ശൂന്യവേള സമയത്ത് സ്പീക്കർ AN ഷംസീർ മടങ്ങിയെത്തിയപ്പോഴാണ് വീണ്ടും
അടുത്ത പ്രതിഷേധത്തിനുള്ള കളമൊരുങ്ങിയത്. സ്പീക്കർ വന്ന ഉടൻ തന്നെ മന്ത്രി പി രാജീവിനോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറയുകയായിരുന്നു, ഇതിനുള്ള അവസരം നൽകുകയായിരുന്നു. മന്ത്രി പി രാജീവ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാരിന് ഒരു റോളുമില്ല, കാരണം അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ ഹൈക്കോടതിക്കാണ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കോടതിക്ക് മാത്രമാണ് അതിൽ നേരിട്ടുള്ള ഇടപെടലിന് സാധ്യതയുള്ളത്, അല്ലാതെ സർക്കാരിന് ഇതിൽ ഒരു പങ്കുമില്ല എന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയും നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ള നെഗറ്റീവാക്കി, അതേ നെഗറ്റീവ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പയറ്റാൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന വിമർശനമടക്കം ഉന്നയിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഈ ഡയസിൽ കയറുന്നതിനുള്ള ശരിയായ രീതിയല്ല എന്ന സ്പീക്കറുടെ വിമർശനമുണ്ടായതും സ്പീക്കറുടെ വിമർശനത്തിൻ്റെ പിന്നാലെ വാച്ച് ആൻഡ് വാർഡ് ആക്ട് ചെയ്തപ്പോഴാണ്, ഇടപെട്ടപ്പോഴാണ് ഇന്ന് രണ്ടാമത് ഈ പ്രതിഷേധം അതിരുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതായത് ഡയസിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ കയറുന്ന തരത്തിലേക്കുള്ള നിലയിൽ കാര്യങ്ങൾ എത്തിയത്. വാച്ച് ആൻഡ് വാർഡ് ഈ ബാനർ പിടിച്ചു മാറ്റുന്ന അവസരത്തിലാണ്. ക്ഷമിക്കണം, ഏതായാലും ഇപ്പോൾ സഭ നടക്കുന്നില്ല, തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഒരു അനുനയ ചർച്ചയ്ക്ക് ശേഷമേ സഭ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഇപ്പോഴും ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഇനി സഭ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. ബാനറും അത് ഇപ്പോൾ വാച്ച് ആൻഡ് വാർഡ് ഇപ്പോൾ കണ്ട ദൃശ്യത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ MLA-മാരുടെ കയ്യിലുള്ള ബാനർ ഒരു വാച്ച് ആൻഡ് വാർഡ് അംഗം പിടിച്ചു വാങ്ങി വലിച്ച് അവിടെ നിന്ന് മാറ്റുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ സാധാരണ നിലയിൽ നമ്മൾ സഭയിൽ കാണാത്തതാണല്ലോ. അവിടെ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയാണ് വാച്ച് ആൻഡ് വാർഡ്. ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടാതിരിക്കാൻ അതിന് ഇടയിൽ നിൽക്കുക എന്താണ് അവരുടെ ജോലി. അല്ലെങ്കിൽ സ്പീക്കർ ഡയസിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ ചെറുക്കുക എന്താണ് ജോലി. അല്ലാതെ കയ്യാങ്കളിക്കോ ഒന്നുമല്ലല്ലോ സഭയിൽ വാച്ച് ആൻഡ് വാർഡിനെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ദൃശ്യങ്ങളിൽ വാച്ച് ആൻഡ് വാർഡ് ഒരു പോലീസ് നടപടി എന്ന നിലയിൽ ഇടപെടുന്നുണ്ടോ? അങ്ങനെ ഇടപെടാറുണ്ടോ? അങ്ങനെ പതിവുണ്ടോ? ഞാൻ കാണാത്തതുകൊണ്ട് ചോദിച്ചതാണ്. ഇങ്ങനെ ബാനറൊക്കെ പിടിച്ചു വാങ്ങി വലിച്ചെറിയുക അതൊക്കെ ചെയ്യുന്ന പതിവുണ്ടോ സഭയിൽ? ഇന്നത്തെ പ്രതിഷേധങ്ങളിൽ ഇന്നത്തെ വാച്ച് ആൻഡ് വാർഡിൻ്റെ ഒരു രണ്ടാമത്തെ ഇടപെടൽ ആണ് പ്രകോപനം സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാം. കാരണം സ്പീക്കർ പറയുന്നുണ്ട് അവരെ വിടൂ എന്ന് സ്പീക്കർ പറയുന്നുണ്ട്. അതായത് വാച്ച് ആൻഡ് വാർഡ് സ്പീക്കർ ഈ ഡയസിൽ കയറിയുള്ള പ്രതിഷേധം ശരിയല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന അവസരത്തിലാണ് വാച്ച് ആൻഡ് വാർഡിൽ രണ്ട് വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾ വളരെ പെട്ടെന്ന് വരികയും സ്പീക്കറുടെ ഡയസിന് മുന്നിൽ, അതായത് സ്പീക്കർ ഇരിക്കുന്നതിന് മുന്നിലായി ഉയർത്തിയിരുന്ന ബാനർ അത് വളരെ ആക്രോശത്തോടെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. വളരെ അത് പിടിച്ചു വാങ്ങി ചുരുട്ടി മാറ്റുന്നത് കാണാം. അപ്പോൾ അതാണ് അടുത്ത പ്രകോപനം സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് സ്പീക്കർ അവരെ വിടൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സഭാ ടി വിയിൽ സ്വിച്ച് ചെയ്യാൻ കാണിക്കാത്ത വിധത്തിലുള്ള താഴെ ഇവർ ഡയസിലേക്ക് കയറാൻ ശ്രമിക്കുകയും അവർ പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളും അവിടെ ഉണ്ടായിരിക്കണം. എന്തായാലും അതിനുശേഷമാണ് സ്പീക്കറുടെ ഡയസിലേക്ക് നേരെ മുന്നിലെത്തി ഡയസിലേക്ക് വലിഞ്ഞു കയറുന്ന തരത്തിലുള്ള പ്രതിപക്ഷ പെരുമാറ്റം ഉണ്ടായത്. വലിയ പ്രിവിലേജ് ഉള്ളതാണ്. പ്രത്യേകിച്ച് നിയമസഭ നടക്കുമ്പോൾ സഭയിൽ അത് ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുടെ ശബ്ദം എന്ന നിലയിലാണ്. ഇപ്പോൾ ഭരണപക്ഷമാകാം, പ്രതിപക്ഷമാകാം, വ്യത്യസ്ത രാഷ്ട്രീയ സ്വഭാവമുണ്ടാകാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം, സഭയിൽ സംഘർഷാന്തരീക്ഷം ഉണ്ടാകാം. പക്ഷെ വാച്ച് ആൻഡ് വാർഡ് എങ്ങനെയാണ് ഒരു പോലീസ് നടപടിക്ക് സമാനമായി ഈ ബാനർ പിടിച്ച് ചുരുട്ടിക്കൂട്ടിയെടുത്തെറിയുക, ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റുക? സാധാരണ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ അത് ഇടയിൽ നിൽക്കുന്ന ആൾ. അതിനപ്പുറത്തേക്ക് അംഗങ്ങൾ കുറെ കൂടി പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജ് ഒന്നും പരിഗണിക്കപ്പെടാതെ പോയോ എന്ന സംശയവും ഈ സമയം ഉയരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം. ഈ സഭക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച MLA-മാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ മന്ത്രി. യു പ്രതിഭ. വാച്ച് ആൻഡ് വാർഡിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. പ്രതിപക്ഷ MLA-മാരെ തടഞ്ഞു. ഡയസിന് മുകളിലേക്ക് കയറി പ്രകോപനം സൃഷ്ടിക്കുക എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ, പ്രതിപക്ഷ MLA-മാർ. പ്രതിഷേധത്തിന്റെ സ്വഭാവം സ്വരം ആ നിലയിലായിരുന്നു. അതേസമയം വാച്ച് ആൻഡ് വാർഡ്
ഈ സഭ ബലപ്രയോഗത്തിലൂടെ അംഗങ്ങളെ മാറ്റുന്ന ദൃശ്യങ്ങൾ കാണുന്നു. ബാനർ പ്ലക്കാർഡ് അവയൊക്കെ പിടിച്ചു വാങ്ങി അവിടെ നിന്ന് മാറ്റുന്നൊക്കെ ആ ദൃശ്യങ്ങളുണ്ട്. സാധാരണ നിലയിൽ സഭയിൽ ഇത് കാണാത്തതാണ്. ഒരു പോലീസ് നടപടി എന്ന ലൈനിൽ വാച്ച് ആൻഡ് വാർഡ് അവിടെ പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. സഭയ്ക്കുള്ളിൽ പ്രത്യേകമായും നിയമസഭാംഗങ്ങൾക്ക് പ്രത്യേകമായ പരിരക്ഷയും പ്രിവിലേജും ഉള്ളതാണ്. അവിടെ ഒരു പോലീസ് നടപടിക്ക് സമാനമായി എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്പീക്കർ തന്നെ വിട്ടേക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്പീക്കറുടെ മുന്നിൽ നടന്നത് ഒരു നടപടി എന്ന നിലയിൽ തന്നെയാണ് വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ടത്. വാച്ച് ആൻഡ് വാർഡ് എന്ന് പറയുമ്പോൾ പോലീസാണ്, അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ഉണ്ടാകും. ഒരു ബലപ്രയോഗം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതും വ്യക്തമാവുകയാണ്.